ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു കയ്യോന്നി ഹെയർ പാക്ക് ആണ്. അപ്പോൾ നമുക്ക് അവധി ദിവസങ്ങളിൽ ഇടയ്ക്കെങ്കിലും ഒക്കെ ഒരു ഹെയർ പാക്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്തോ അല്ലെങ്കിൽ പറമ്പിലോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കയ്യോന്നി പിടിച്ച് നിൽക്കുന്നത് കാണാം. കയ്യോന്നി ഒരിക്കലും നിങ്ങൾ പറിച്ച് കളയരുത്. അപ്പോൾ മുടിയുടെ ആരോഗ്യത്തിന് വളരെ ഉത്തമമായിട്ടുള്ള ഒന്നാണ്. നമ്മുടെ ഹെയർ ഓയിലുകളിലേക്ക് ഒരു പ്രധാന സാന്നിധ്യം തന്നെയാണ് ഈ ഒരു കയ്യോന്നി. അപ്പോൾ കയ്യോന്നി നമുക്ക് ഒരു ഹെയർ പാക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ ഗുണം മൊത്തത്തിലുള്ള മുടിയുടെ സ്കാൽപ്പിൻ്റെയൊക്കെ ആരോഗ്യത്തിന് നല്ലതാണ്. അതേപോലെ തന്നെ താരൻ അകറ്റാനായിട്ട്, മുടി കൊഴിച്ചിലുള്ളവർക്ക് അതിനെ പ്രതിരോധിക്കാനൊക്കെ സഹായിക്കും. അതുകൊണ്ട് നാച്ചുറലായിട്ട് ഇതുപോലെ കിട്ടുന്ന സാധനങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്താനായിട്ട് ആരും മറക്കരുത്. അപ്പോൾ കയ്യോന്നി വീട്ടിലുള്ളവരെല്ലാവരും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതിലേക്ക് പോയാലോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കയ്യോന്നിയുടെ ഇല. കയ്യോന്നിയുടെ പൂവുണ്ടോ, ചെറിയ വെള്ള പൂവാണ്, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നനവുള്ള പ്രദേശങ്ങളിലൊക്കെ ഇത് നന്നായിട്ട് വളരും. അപ്പോൾ നമ്മളിവിടെ കുറച്ച് കയ്യോന്നിയുടെ ഇല എടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിത് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു തണ്ട് കറ്റാർവാഴയുടെ ലീഫും കൂടി എടുത്തിട്ടുണ്ട്. ഫുൾ ഒരു വലിയ ലീഫല്ല എടുത്തിരിക്കുന്നത് കേട്ടോ. ചെറുതാണെങ്കിൽ ഒരെണ്ണം ഫുള്ളായിട്ട് എടുക്കാം. അതിൻ്റെ മുള്ളൊക്കെ നമ്മൾ സൈഡിൽ മുള്ളൊന്ന് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം നമുക്ക് ഇത് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് വേണ്ടത്. ഇതിൻ്റെ തൊലി കളയണമെന്നില്ല, അതായത് പുറത്തെ ആ ഒരു ഇതില്ലേ, സ്കിന്നില്ലേ, അത് കളയണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും കട്ട് ചെയ്തിട്ട് കുറച്ച് സമയം വെച്ചിരുന്നതിന് ശേഷം വേണം നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ കറ്റാർവാഴ ചേർക്കുന്നതുകൊണ്ട് തന്നെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതേപോലെ തന്നെ മുടി വളർച്ചയെ കൂടി അത് നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ്. താരൻ അകറ്റാനായിട്ട് കറ്റാർവാഴയിൽ ആൻറ്റി ഫംഗൽ, ആൻറ്റി വൈറൽ പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട്. മുടിക്ക് നല്ലൊരു തിളക്കം കിട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ തലയിൽ ചൊറിച്ചിലൊക്കെ ഉള്ളവർക്കും ഈ കറ്റാർവാഴ ഉപയോഗിക്കുന്നത് ഗുണം ചെയ്യും കേട്ടോ. കറ്റാർവാഴയും കയ്യോന്നിയും കൂടി നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ചെമ്പരത്തി പൂ കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. 1-2 ചെമ്പരത്തിപ്പൂ നമുക്ക് ഈ ഒരു ഹെയർ മാസ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. ഇതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കറ്റാർവാഴ ചേർത്തുകൊണ്ട് തന്നെ ഈ ഒരു ഹെയർ പാക്കിൽ നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം കാര്യങ്ങളൊക്കെ ഇതിലായിക്കോളും. അതിനുശേഷം നമ്മൾ ഇതൊന്ന് അരിച്ചെടുക്കുകയാണ്. അരിപ്പ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ വൃത്തിയുള്ളൊരു തുണി ഉപയോഗിച്ചിട്ടോ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് അകാല നരയുള്ളവർക്ക് ഉത്തമമായിട്ടുള്ള ഒരു ഹെയർ പാക്കാണ്. അപ്പോൾ അവരുടെ അകാലനരയുടെ പ്രശ്നങ്ങൾ മാറി കിട്ടുന്നതാണ്. ആഴ്ചയിൽ 2-3 പ്രാവശ്യമെങ്കിലും ഈ ഒരു രീതിയിലൊക്കെ ഹെയർ പാക്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന ഒരു ഓയിൽ എന്ന് പറയുന്നത് ദന്തംപാലയുടെ ഓയിലാണ്. ഇത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ. ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഇത് എന്തിനാന്ന് വെച്ചാൽ താരൻ മൂലം മുടി കൊഴിച്ചിൽ കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഇത് ഉപയോഗിക്കുന്നത് വളരെ എഫക്റ്റീവാണ്. അതുപോലെ തന്നെ ഇത് സ്കിന്നിലും പുരട്ടാവുന്ന ഓയിലാണ്. ഡ്രൈ ആയിട്ടുള്ള ചർമ്മക്കാർക്ക് സ്കിന്നിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കെല്ലാം സോറിയാസിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ്ങിൽ വരെ നമുക്കിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അങ്ങനെ ഇതിന് വെള്ളപ്പാണ്ടുള്ള ആൾക്കാർ വരെ ഇത് വാങ്ങിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത്. സ്കിൻ പ്രോബ്ലംസിനെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും ഒക്കെ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് സാധാരണ പോലെ തന്നെ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഹെർബൽ ഷാമ്പൂസ് ഒക്കെ ഉപയോഗിക്കാം, അതിൽ യാതൊരു കുഴപ്പമില്ല. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളതുകൂടി സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. ഹായ് എന്തെങ്കിലും മെസ്സേജ് അയക്കുക. താങ്ക്